ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൺമണിയും ശ്രീനിവാസനും തമ്മിൽ അമ്പലത്തിൽ വെച്ച് കാണുന്നുണ്ട്. എന്നിട്ട് ശ്രീനിവാസൻ കൺമണിയോട് പറയുന്നുണ്ട്, ഒരു കരീം സാഹിബ് വീട്ടിൽ വന്നിരുന്നു, വീട് വാങ്ങാനാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്, ഇനിയിപ്പോൾ ആ വരുൺ പറഞ്ഞയച്ചതാണോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇതെല്ലാം വരുണിന്റെ കളികളാണെങ്കിൽ ഞാൻ അവനെ കൊല്ലും അച്ഛ എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും മോളെ, നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട എന്ന് പറയണ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഉണ്ണിത്തിരുമേനി എത്തുകയാണ്. ഉണ്ണിത്തിരുമേനി കൺമണിയോട് ചോദിക്കുന്നുണ്ട്, ക്രിസ് സാർ എന്ത് ചെയ്യുന്നു എന്ന്. അപ്പോൾ കൺമണി ഉണ്ണിത്തിരുമേനിയോട് ചോദിക്കാണ്, ക്രിസ് സാറിനെ തിരുമേനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിത്തിരുമേനി പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം സാർ ഇവിടെ വന്നിരുന്നു, വളരെ സങ്കടത്തോടെയായിരുന്നു വന്നത്, ഞാനൊന്ന് പറഞ്ഞിരുന്നു എല്ലാ വിഷമങ്ങളും വേഗം തന്നെ മാറുമെന്ന് പറഞ്ഞിട്ടാണ് സാർ ഇവിടെ നിന്ന് പോയത് എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, ആരാ മോളെ ഇത് എന്ന്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇവിടത്തെ തിരുമേനിന്റെ കൊച്ചുമോനാണ് അച്ഛ, ഉണ്ണി തിരുമേനി, യഥാർത്ഥ പേര് വിനായകനാണെന്ന് പറയുമ്പോൾ മുത്തശ്ശനാണ് ഇവിടെ ശാന്തിയെങ്കിലും മുത്തശ്ശന് വയ്യാതെയായപ്പോൾ ഞാൻ വന്നതാണ് ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ, ഞാൻ കഴിഞ്ഞ ദിവസം കൂടി തിരുമേനിയെ കണ്ടതാണല്ലോ എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അച്ഛനത് തോന്നിയതായിരിക്കും, ഇപ്പോൾ ഇവിടെ ഉണ്ണി തിരുമേനിയാണ് പൂജയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഉണ്ണി തിരുമേനി പറയുന്നുണ്ട്, ഭഗവാനെ നേദിച്ച നിവേദ്യമാണിത്, മുത്തശ്ശനും കൺമണി ചേച്ചിയും കൂടി ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കത് കൊടുക്കുകയാണ്. ഉണ്ണിത്തിരുമേനി ചിരിക്കുന്നത് കണ്ടിട്ട് ശ്രീനിവാസൻ പറയുന്നുണ്ട്, തിരുമേനി നല്ല ചിരിയാണല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ണിത്തിരുമേനി പറയുന്നുണ്ട്, ഞാൻ വളരെയധികം ചിരിക്കും, ഞാൻ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ചിരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്ന് പറയുമ്പോൾ ഉണ്ണിത്തിരുമേനി പറയാണ്, വിഷമിക്കണ്ട, ഭഗവാനെ ഉറച്ചു വിശ്വസിച്ചോളൂ, ഭഗവാൻ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പൂജയ്ക്കുള്ള സമയമായി, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഉണ്ണിത്തിരുമേനി പോവുകയാണ്. അതിനുശേഷം ശ്രീനിവാസൻ കൺമണിയോട് പറയുന്നുണ്ട്, നല്ല ഐശ്വര്യമുള്ള കുട്ടി, ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിന് നല്ല സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ തോന്നുന്നു എന്ന് പറയുമ്പോൾ കൺമണി പറയുകയാണ്, അതെ അച്ഛ, അങ്ങനെ തന്നെയാണ്, ഇത് ഗണപതി ഭഗവാനാണെന്നാണ് ഗോകുല് പറയുന്നത് എന്ന് കൺമണി പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, കന്നി തിരുമേനിയല്ലേ, അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, ദൈവത്തിന്റെ രൂപത്തിൽ വരുമെന്ന് പറയുമ്പോൾ കൺമണിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ദേവ്സാറിനെ കാണാനായിട്ട് സാഹിബ് അലിഗയിലേക്ക് എത്തുന്നുണ്ട്. ദേവ്സാറും സാഹിബും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷി വരുന്നത്. കൃഷിനോട് ദേവ്സാർ പറയുന്നുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞ കരീം സാഹിബ് എന്ന് പറയുമ്പോൾ സാഹിബ്, ഇതല്ലേ നമ്മുടെ കൃഷ്, ആ കാമദേവൻ വരുണിനെയും പോലീസുകാരനെയും അടിച്ചു പഞ്ചറാക്കിയ ആളല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാഹിബ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ് സാഹിബിനോട് ചോദിക്കുന്നുണ്ട്, എന്നെ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ എന്ന് പറയുകയാണ് സാഹിബ്. അപ്പൊ ദേവ്സാർ പറയുന്നുണ്ട്, കൃഷ് തലശ്ശേരിയിൽ നിന്ന് കൊച്ചിയിൽ വന്ന് കൊച്ചി ഭരിച്ച ആളാണ് മുതല്, ഇപ്പൊ കുറച്ച് ഇരുത്തം വന്നു എന്ന് പറയുമ്പോൾ സാഹിബ് പറയുന്നുണ്ട്, ഇരുത്തം വന്നതല്ല, ഇരുന്നതാണ്, ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്കും ഇവിടേക്ക് ജീവിച്ചു പോവണ്ടേ, അതുമാത്രമല്ല ന്യായം വിട്ട് ഒരു കളിക്കും ഞാൻ തയ്യാറല്ല. സാഹിബ് പറയുമ്പോൾ ദേവ്സാർ പറയുന്നുണ്ട്, അത് ശരിയാണ്, പക്ഷെ ഏത് ന്യൂ ജനറേഷൻ വന്നാലും സാഹിബിന്റെ തട്ട് താണു തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവര് ചിരിക്കുന്നുണ്ട്. പിന്നീട് ദേവ്സാറ് കൃഷ്ണനോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛനും സാഹിബിന്റെ അച്ഛനും വളരെ കൂട്ടുകാരായിരുന്നു, പെരുന്നാളിനും ഓണത്തിനും വിഷുവിനുമൊക്കെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാറൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം ഞാൻ സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോഴേക്കും സാഹിബ് ഇങ്ങോട്ട് ബുള്ളറ്റിലേക്ക് പാഞ്ഞെത്തിയിരിക്കുകയാണ് എന്ന് ദേവ്സാർ പറയുമ്പോൾ സാഹിബ് പറയുന്നുണ്ട്, ഞാൻ കൺമണിയുടെ വീട്ടിലേക്ക് പോയിരുന്നു, കൺമണിയുടെ ഏട്ടത്തി ആ ധനലക്ഷ്മി ആളൊരു കാഞ്ഞ വിത്താണ്, അവളിപ്പോ തന്നെ ആ വിവരങ്ങളൊക്കെ വരുണിനെ അറിയിച്ചിട്ടുണ്ടാവുമെന്ന് പറയുമ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട്, ആ വരുൺ ആ വീട് എഴുതി തരൂ എന്ന് ചോദിക്കുമ്പോൾ സാഹിബ് പറയുന്നുണ്ട്, അവനല്ല, അവന്റെ ഉപ്പാപ്പനെ കൊണ്ട് ഞാൻ ആ വീട് എഴുതി വാങ്ങിക്കും, ആ വീടിന് എഴുതി വാങ്ങിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് സാഹിബ് പറയാണ്. അപ്പൊ ദേവ്സാർ പറയുന്നുണ്ട്, ഇനിയിപ്പോ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും ലക്ഷ്യം കണ്ടിട്ടേ സാഹിബ് ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാഹിബ് കൃഷിനോട് ചോദിക്കുന്നുണ്ട്, എവിടെ നമ്മുടെ ആ കൺമണിക്കുട്ടി, ഞാനൊന്ന് ആ കുട്ടിയെ കാണട്ടെ, ആർക്ക് വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നത് എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് കൃഷിനോട് ചോദിക്കുമ്പോൾ കൃഷിനാകെ നാണം വരുന്നുണ്ട്. അപ്പൊ ദേവ്സാർ പറയുന്നുണ്ട്, കൃഷിയെ നീ നാണിക്കൊന്നും വേണ്ട, ആ ഫോട്ടോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കൃഷി തന്റെ ഫോണിലുള്ള കൺമണിയുടെ ഫോട്ടോ എടുത്തിട്ട് സാഹിബിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൺമണിയുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ സാഹിബ് പറയുന്നുണ്ട്, ഇത് വെറും കൺമണിയല്ല, സൂപ്പർ കൺമണിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ദേവ്സാർ പറയുന്നുണ്ട്, പാവ
പാവം കുട്ടിയാണ് സാഹിബേ, ഇത് ജോലി സ്ഥലത്തോ വീട്ടിലോ ആ കുട്ടിക്ക് സമാധാനമില്ല എന്ന് പറയുമ്പോൾ സാഹിബ് പറയുന്നുണ്ട്, സമാധാനം ഉണ്ടാക്കി കൊടുക്കാനല്ലേ സാഹർ ഇതുപോലെയുള്ളൊരു രാജകുമാരനെ ഇറക്കിയിരിക്കുന്നത്. ഒന്നും പേടിക്കണ്ട, ഇനി ആ കുട്ടിയുടെ വീട് ഞാൻ വാങ്ങിച്ചു കൊടുത്ത് ആധാരം ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് സാഹിബ് പറയുന്നുണ്ട്. അതിനുശേഷം സഹദേവൻ ഷൺമുഖദാസ് വക്കീലിനെയായിട്ട് ബലരാമനെ കാണാൻ പോകുന്നുണ്ട്. എന്നിട്ട് ഷൺമുഖദാസ് വക്കീലും ബലരാമനും കൂടി സംസാരിക്കുന്നുണ്ട്. ബലരാമൻ വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, സാർ എനിക്ക് എപ്പോഴാണ് ഇവിടുന്ന് പുറത്തിറങ്ങാൻ കഴിയുക? എനിക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറയുമ്പോൾ വക്കീല് പറയുന്നുണ്ട്, 2 ആഴ്ചക്കുള്ളിൽ ജാമ്യം കിട്ടുമെന്നാണ് വിശ്വാസം. ബലരാമൻ ഈ ധൃതി കാണിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി, അച്ഛനും അമ്മയെയും അന്വേഷിക്കാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, അതെ, അവരെ കണ്ടുപിടിക്കാനാണ്. സാർ എനിക്ക് വാക്ക് തന്നിരുന്നു അവരെ കണ്ടുപിടിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവരാമെന്ന്, പക്ഷെ അത് സാറ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ വക്കീല് പറയുന്നുണ്ട്, അതെ ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ തോന്നി എനിക്കത് വേണ്ടെന്ന്. കാരണം നിന്നെ ജനിപ്പിച്ചു ഉപേക്ഷിച്ചിട്ട് പോയവരല്ലേ അത്, നീ ആ കാര്യം വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, അങ്ങനെ എനിക്കത് വിടാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ അവരെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരെന്നെ ഇട്ടിട്ട് പോയത്? സുമിത്രാദേവിയുടെയും ബാലഗോപാലിൻ്റെയും കയ്യിൽ കിട്ടിയതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ന് ബലരാമൻ ചോദിക്കുമ്പോൾ വക്കീല് പറയുന്നുണ്ട്, അപ്പോൾ നീ എന്തായാലും നിന്റെ അച്ഛനും അമ്മയെയും കൊല്ലാൻ തന്നെ തീരുമാനിച്ചില്ലേ എന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, അതെ, ഞാനിത് ഉറപ്പിച്ച കാര്യമാണ്. വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം സാധിക്കണമെന്നില്ല, എങ്കിലും ഞാൻ അവരെ കൊല്ലും. ഇപ്പോൾ എൻ്റെ ജീവിത ലക്ഷ്യം തന്നെ അവരെ കൊല്ലുക എന്നുള്ളതാണെന്ന് പറയുമ്പോൾ വക്കീല് പറയുന്നുണ്ട്, കക്ഷിയുടെ ആത്മവിശ്വാസമാണ് വക്കീലിൻ്റെ ഏറ്റവും വലിയ വിജയം. നീ അവരെ കൊന്നിട്ട് വാ ബലരാമ, ഞാനുണ്ട് നിന്റെ കൂടെ. നിന്നെ ഇവിടുന്ന് പുറത്തിറക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ നീ ഇവിടുന്ന് ഇറങ്ങുന്നത് വരെ ഇനി ആരെയോ ഫോൺ വിളിക്കാനോ കാണുകയോ ചെയ്യരുത് എന്ന് വക്കീല് പറയുന്നുണ്ട്. അപ്പൊ ബലരാമൻ പറയുന്നുണ്ട്, എന്നെ വെറുത്തുപോയ എൻ്റെ സ്വന്തം അച്ഛനമ്മയെ പോലെ തന്നെ ഇപ്പോൾ വേറൊരു അച്ഛനമ്മ കൂടി എന്നെ വെറുക്കുന്നുണ്ട്, സാഗറും സുജാതയെയും. അവരെ കൂടി കാണാനുള്ള ഒരു അവസരം വക്കീൽ എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷൺമുഖദാസ് വക്കീൽ പറയുന്നുണ്ട്, അത് ഞാൻ വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഷൺമുഖദാസ് വക്കീൽ പോവുകയാണ്. അതിനുശേഷം ബലരാമനോട് സഹദേവൻ പറയുന്നുണ്ട്, ഏത് ദുഷ്ടന്മാരാണ് സാറിനെ ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയത്? എനിക്ക് തന്നെ സാറ് പറയുന്നത് കേട്ടിട്ട് രക്തം തിളയ്ക്കുന്നുണ്ട്. സാർ എന്തായാലും അവരെ ഇല്ലാതാക്കണം. ദൈവത്തിന്റെ കോടതിയിൽ സാറിന് ഒരു ശിക്ഷയും കിട്ടില്ല എന്ന് ബലരാമനോട് സഹദേവൻ പറയുന്നുണ്ട്. അതിനുശേഷം കൺമണി ദേവ്സാറിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അനിരുദ്ധ് സാറ് വരുൺ പറഞ്ഞിട്ട് കൺമണിയെ വഴിയിൽ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് അനിരുദ്ധ് സാറ് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, നീയൊന്ന് അവിടെ നിന്ന് എങ്ങോട്ടങ്ങനെ ധൃതി പിടിച്ചു പോകുന്നത്? ഇന്ന് വരുൺ പറഞ്ഞിട്ടാണ് നിന്നെ വെറുതെ വിട്ടത്, അല്ലെങ്കിൽ ആ കൃഷിന്റെ കൂടെ നീയും ജയിലിലായേനെ എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, കൃഷ് സാറിന്റെ കൂടെ എവിടെയെങ്കിലും ഞാൻ പോകുമെന്നൊക്കെ പറയുമ്പോൾ അനിരുദ്ധ് സാറ് പറയുന്നുണ്ട്, അവനെ വൈകാതെ തന്നെ ഞാൻ നരകത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അതിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല സാർ ഉള്ളവിടെ തന്നെ നരകമാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അനിരുദ്ധ് സാറ് പറയുന്നുണ്ട്, നീ വലിയ വാചകമൊന്നും അടിക്കണ്ട, നീയും ആ കൃഷിനെയും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നീ ആ വരുണിനെ പേടിപ്പിക്കാൻ ഏതോ ഒരു കരീം സാഹിബിനെ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ആരാടി അവൻ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ഇടിക്ക് തന്നെ ഞാൻ അവനെ ശരിയാക്കുമെന്നൊക്കെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, സാർ എന്നെ വെറുതെ പേടിപ്പിക്കല്ലേ, ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല, കാരണം എൻ്റെ കൂടെ ദൈവമുണ്ട്, ദൈവം എന്നെ രക്ഷിച്ചോളൂ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സാഹിബിന്റെ 2 മല്ലന്മാരും കൂടി വരികയാണ്. എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, മോളെ, നീ ഇവിടെ നിൽക്കണ്ട, സമയം അന്ത്യാവാറായി, നീ വീട്ടിലേക്ക് പോയിക്കോളോ, സാറിന് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്, ഞങ്ങൾ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല, 3 പേര് കൂടിയിട്ടാണ് ഒരു ബൈക്കിൽ വന്നത്, അപ്പൊ പെറ്റി കേസൊക്കെ ഉണ്ടാവും, അതൊക്കെ എഴുതി വരുമ്പോഴത്തേക്ക് സമയമാവും, മോള് ഇവിടെ നിൽക്കണ്ട, പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനിരുദ്ധ് സാറ് സാഹിബിനോട് ചോദിക്കുന്നുണ്ട്, ഇവളോട് പോവാൻ നീ ആരാടാ എന്ന് ചോദിക്കുമ്പോൾ സാഹിബിന്റെ 2 മല്ലന്മാര് ബലമായി തന്നെ അനിരുദ്ധ് സാറിനെ പിടിച്ചു വെക്കുകയാണ്. അതിനുശേഷം സാഹിബ് പറയുന്നുണ്ട്, ജബ്ബാറി ഷുക്കൂറെ നിങ്ങൾ വിട്, പോലീസിനെ വിട് എന്നൊക്കെ പറഞ്ഞിട്ട് കൺമണിയോട് കുട്ടിയുടെ പേര് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കൺമണി പറയുന്നുണ്ട്, കൺമണിയാണ് എൻ്റെ പേര് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സാഹിബ് പറയുന്നുണ്ട്, ശരി മോള് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഹുദ ഹഫീസ് എന്ന് പറയാണ്. അതിനുശേഷം കൺമണി പോകുന്നുണ്ട്. അതിനുശേഷം സാഹിബ് അനിരുദ്ധ് സാർ
സാറിനോട് പറയുന്നുണ്ട്, ഹുദ ഹഫീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ സാറേ, ദൈവം നിന്റെ രക്ഷകനായിരിക്കട്ടെ എന്നാണ്. ആ കുട്ടിയെ രക്ഷിക്കാൻ വന്ന ആളാണ് ഞാൻ എന്ന് പറയുമ്പോൾ അനിരുദ്ധ് സാറ് പോകുന്നുണ്ട്. അപ്പൊ സാഹിബ് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ കേസ് എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും മിണ്ടാതെ അനിരുദ്ധ് സാറ് പോവുകയാണ്. കൺമണിയാണെങ്കിൽ പോകുന്ന സമയത്ത് സാഹിബിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ സാഹിബും അത് കാണുന്നുണ്ട്. എന്നിട്ട് കൺമണിയോട് ഹുദ ഹഫീസ് എന്ന് പറഞ്ഞ് കൈ കാണിക്കുമ്പോൾ കൺമണിയും തിരിച്ച് സാഹിബിനോട് കൈ കാണിക്കുന്നുണ്ട്. കൺമണിക്കാണെങ്കിൽ വളരെ സന്തോഷവുമുണ്ട്. അതിനുശേഷം മാനസിയെയും ആന്റിയമ്മയെയും കാണിക്കുന്നുണ്ട്. ജ്യൂസ് കുടിച്ചുകൊണ്ട് ആന്റിയമ്മ പറയുന്നുണ്ട്, എനിക്ക് ഷുഗർ ആണെങ്കിലും ഇന്ന് ഞാൻ മധുരം കഴിക്കാൻ തീരുമാനിച്ചു. കാരണം ഇന്ന് ഓഫീസിൽ അത്രയ്ക്ക് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ നടന്നത്. അപ്പൊ മാനസ പറയുന്നുണ്ട്, പൊളിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ആന്റിയമ്മേ. കൺമണിയുടെ ഉടായിപ്പ് അമ്മായിമാരെ ഞാൻ ഒതുക്കി, ഇനി അവളെ ചവിട്ടി താഴ്ത്തണം എന്ന് മാനസ പറയുമ്പോ ആന്റിയമ്മ മാനസയോട് ചോദിക്കുന്നുണ്ട്, അമ്മായിമാരെ സസ്പെൻഡ് ചെയ്തതിനെ കുറിച്ച് കൺമണി നിന്നോട് വല്ലതും ചോദിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, ഞാൻ അവളെ എന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ട് വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവള് ചോദിച്ചു വന്നിരുന്നെങ്കിൽ ഓഫീസിലെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് തൊലി ഞാൻ അവളുടെ ഉരിച്ചേനെ. പക്ഷെ അതുണ്ടായില്ല. ഒരു കൺമണി, ആരാണ് അവളെ വൃത്തികെട്ടവള്. ചില സമയത്ത് എനിക്ക് തോന്നും അവളെ അങ്ങോട്ട് പച്ചയ്ക്ക് കത്തിച്ചു കളഞ്ഞാലോ എന്ന്. ഞാൻ എന്തായാലും ചെയ്യും ആന്റിയമ്മേ, അത് എന്റെ ജീവിതം ഇല്ലാതാക്കാൻ വന്നവളാണ് അവള് എന്ന് മാനസ പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട്, അവളോട് കളിക്കുമ്പോൾ ഒന്ന് കരുതലോട് വേണം കളിക്കാൻ. കാരണം അവൾ വരച്ച ഡിസൈന് ആണ് നിന്റെ കയ്യിലുള്ളത് എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, അതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു ആന്റിയമ്മേ. ഇനി അതിന്റെ പേരിൽ അവൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ട് വന്നാൽ എൻ്റെ കയ്യിൽ കുറെ പോയിന്റ്സ് ഉണ്ട്, ഞാൻ അത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പോൾ ആന്റിയമ്മ മാനസയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും ലോണിന്റെ ആവശ്യത്തിനായിട്ട് അവള് വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, എന്തായാലും അവള് ലോണിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ അടുത്തേക്ക് വരും ആന്റിയമ്മേ. ഞാനും ആന്റിയമ്മയും ഒപ്പിട്ടാലേ അവൾക്ക് ലോണ് കിട്ടൂ. അങ്ങനെ അവള് വരികയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വരാൻ പറയും. എന്നിട്ട് നമ്മള് രണ്ടാളും അവളെ ലെഫ്റ്റും റൈറ്റും ഇട്ട് തകർക്കണം എന്ന് മാനസ പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട്, വരയ്ക്കാനുള്ള കഴിവിലാണ് അവള് ഇപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, എന്ത് കഴിവാണ് അവൾക്കുള്ളത്. 2 ഡിസൈൻ വരച്ചു, അതെന്തോ ഒരു വലിയ ആന വരെയാണെന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി അവളെ തലയിലെടുത്തു വെച്ചു. എന്തായാലും ഞാൻ പുതിയ ഡിസൈനറെ കൊണ്ടുവരുന്നുണ്ട്, അതോടെ അവള് പുറത്താണ്. കൃഷി എന്തായാലും ഇപ്പോൾ എന്നോട് ഒന്ന് ചാഞ്ഞു വന്നിട്ടുണ്ട്, ഞാൻ അത് മാക്സിമം ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. എങ്ങനെയെങ്കിലും അവനെ നമ്മുടെ പക്ഷത്താക്കണം. കൺമണിക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കണമെന്നാണ് വരുൺ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ചെയ്യും. അവന്റെ കയ്യിൽ പോലീസ് ഉണ്ട്, പിന്നെ നമുക്ക് പണികളെല്ലാം എളുപ്പമായി. എന്തായാലും കൺമണിയുടെ നാശത്തിന് ഞാൻ തുടക്കമിട്ട് കഴിഞ്ഞു ആന്റിയമ്മേ എന്ന് മാനസ പറയുന്നുണ്ട്. അതിനുശേഷം കൺമണിയെ കാണിക്കുന്നുണ്ട്. അവളെ വീടിന്റെ കാര്യം ആലോചിച്ചിട്ട് വളരെ അസ്വസ്ഥതയാണ്. കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവ്സാർ വരുന്നത്. എന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, എന്താ കൺമണി നിനക്കൊരു സങ്കടം, എന്താ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, എനിക്ക് ഇപ്പൊ ഏറ്റവും വലിയ ആലോചനയും സങ്കടവും എൻ്റെ വീടിനെ കുറിച്ചാണ് സാർ എന്ന് പറയുമ്പോൾ ദേവ്സാർ പറയുന്നുണ്ട്, കൺമണിയുടെ ജീവിതം ഇപ്പോൾ എന്തായാലും സേഫ് സോണിലാണ്. അത് കൺമണി വൈകാതെ തന്നെ തിരിച്ചറിയും, വിഷമിക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.